പാരഡി ഗാനം എഴുതാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പാരഡി പാടാറുമുണ്ട്. പിന്നെ അയ്യപ്പനെ ആക്ഷേപിച്ചോ എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ അത് വിശ്വാസികൾക്ക് ആക്ഷേപമായി തോന്നിയിട്ടില്ല. ഒരു പ്രാർത്ഥനയായിട്ട് അവർ ആ വരികൾ ഏറ്റെടുത്തു. അതാണ് വസ്തുത. സാധാരണക്കാർ, അമ്മമാർ, സഹോദരിമാർ, അവരുടെയൊക്കെ മനസ്സിൽ അത് തട്ടിയ വരികളായി മാറി അതിലെ ചില വരികൾ. പോറ്റിയെ കേറ്റിയെ എന്നുള്ള ഒരു പാട്ടും ആ പാട്ടിനെതിരെ ഉണ്ടായ പരാതിയും ഒക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ BJPയുടെ നേതാവ് കൂടിയായിട്ടുള്ള B. രാധാകൃഷ്ണ മേനോൻ നമുക്കൊപ്പം ചേരുകയാണ്. ഈ രഹ്ന ഫാത്തിമ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രഹ്ന ഫാത്തിമയ്ക്കെതിരെ പരാതി നൽകുകയും നിയമ പോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് താങ്കൾ. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു വിവാദം, ഈ പാട്ട് ഭക്തരുടെ മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ടോ? താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് എഴുതാനുള്ള സാഹചര്യവും പാടാനുള്ള സാഹചര്യവും ആണ് ഇതിൻ്റെ പശ്ചാത്തലം. സ്വർണ്ണക്കൊള്ള നടത്തി ആസൂത്രിതമായി ശബരിമലയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു മനോഭാവം കേരളമാകെ ഇന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തെ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായി ഒരു പാരഡി നിർമ്മിച്ച് അതിനുവേണ്ടി ശ്രമം നടത്തി എന്നുള്ളതാണ് ഒരു ഭാഗത്തെ ആരോപണം. അതിൽ പാരഡി നിർമ്മിച്ചവർ ഒരുപക്ഷെ രാഷ്ട്രീയ ലാഭമായിരിക്കും ലക്ഷ്യമിട്ടത്. പക്ഷെ ആ പാരഡിയിലെ പല വരികളും വിശ്വാസിയുടെ മനസ്സിൽ തട്ടി. അത് അവരൊരു പ്രാർത്ഥനയായി, അതിലെ ചുരുക്കം ചില വരികളെങ്കിലും ഇവിടുത്തെ വിശ്വാസികൾക്ക് പ്രാർത്ഥനയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം സ്വർണം കട്ട സംഭവമാണ്. അപ്പോൾ സ്വർണം കട്ടവരെ ശിക്ഷിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന വിശ്വാസി, ആ വിശ്വാസി അതിലെ ചില വരികളെ പ്രാർത്ഥനയായി ഏറ്റെടുത്തു. അത് മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയുന്ന ആരോപണത്തിലൊന്നും അടിസ്ഥാനമില്ല. അല്ല, ഈ പാട്ടിനെ സംബന്ധിച്ച് മതവികാരം വ്രണപ്പെടുകയല്ല ചെയ്തത്, മതവികാരം ഉണരുകയാണ് ചെയ്തത്. വ്രണപ്പെട്ടു എന്നല്ല പറയേണ്ടത്, യഥാർത്ഥത്തിൽ മതവികാരവും വിശ്വാസവും ഉണരാനിടയായി. അത് ആ പാട്ട് നിർമ്മിച്ചവർക്കും പാടിച്ചവർക്കുമൊക്കെ ഗുണപരമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതൊരു വസ്തുതയാണ്. ഈ പാട്ട് യഥാർത്ഥത്തിൽ ഇറങ്ങിയിട്ട് എനിക്കൊന്ന് 2 മാസക്കാലത്തോളമായി. ഇതിൽ ആ കാലത്തൊന്നും, ആ സമയത്തൊന്നും ഒരു പരാതിയും ഉയർന്നു കേട്ടില്ല. ഇപ്പോൾ ഈ സമീപകാലത്ത് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതിലിപ്പോൾ പരാതി ഉണ്ടാവുകയും ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരിക്കുന്നത്. അല്ല, അതാ ഞാൻ ആദ്യം പറയുക. അതായത് വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനയായി ഇതിലെ വരികൾ ഏറ്റെടുത്തപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തിന് ഗുണപരമായി വോട്ടായി മാറിയപ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ചാ വിഷയമായി. അതിനെതിരായിട്ട് മറ്റൊരു മനോഭാവം ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനെ ഒരു പരാതിയുമായി രംഗത്ത് വന്നു എന്നതിനപ്പുറത്ത് പാരഡി ഗാനം എഴുതാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പാരഡി പാടാറുമുണ്ട്. പിന്നെ അയ്യപ്പനെ ആക്ഷേപിച്ചോ എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ അത് വിശ്വാസികൾക്ക് ആക്ഷേപമായി തോന്നിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. വിശ്വാസികൾക്ക് ഒരു പ്രാർത്ഥനയായിട്ട് അവർ ആ വരികൾ ഏറ്റെടുത്തു. അതാണ് വസ്തുത. സാധാരണക്കാർ, അമ്മമാർ, സഹോദരിമാർ, അവരുടെയൊക്കെ മനസ്സിൽ അത് തട്ടിയ വരികളായി മാറി അതിലെ ചില വരികൾ. എഴുതിയവരുടെ ഉദ്ദേശവും ശബരിമല സംരക്ഷണവും ഒന്നും ആയിരുന്നില്ല. കാരണം അത് എഴുതിയവരുടെ അജണ്ട പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ വരികളെ സംബന്ധിച്ചിടത്തോളം അതിന്ന് വിശ്വാസിയുടെ ഒരു മന്ത്രമായിട്ട് മാറിയിട്ടുണ്ട്. അതാ സത്യം. ഈ ഒരു വിഷയത്തിൽ ആദ്യം CPM പരാതി നൽകിയിരുന്നില്ല. ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവാണ് ആദ്യം പരാതി നൽകിയത്. ഇപ്പോൾ ഇന്നലെ CPM കൂടി ഈ വിഷയത്തിൽ പരാതി നൽകി, ഈ പാട്ടിനെതിരെ പരാതി ഉണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് CPMന് തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി എന്നതിനപ്പുറത്ത് ഒരു കാര്യമില്ല. കാരണം CPMൻ്റെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ജയിലറയ്ക്കുള്ളിലാണ്. പത്മകുമാർ, അദ്ദേഹത്തെ പാർട്ടി ഒരു നടപടിയും എടുത്തിട്ടില്ല, പുറത്താക്കിയിട്ടില്ല. വാസു പാർട്ടിയുടെ കേഡറാണ്. അപ്പോൾ ആ വാസുവിനെതിരെ നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കൊള്ളക്കാർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. ആ പാർട്ടിയുടെ ആളുകൾ ഈ പാട്ടിനെതിരെ പറയുന്നതിൽ എന്താ അർത്ഥിരിക്കുന്നത്? ഈ പാട്ട് വിവാദമാക്കേണ്ട കാര്യമേ ഇല്ല. വിശ്വാസി ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ഒരു വികാര വിക്ഷോഭം ചില ആളുകൾ പ്രകടിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം, അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആസൂത്രണത്തോടെ നടക്കുന്ന കൊള്ളയുടെ പ്രകടമായ ഉദാഹരണമാണ്. അത് ഈ കൊടിമരങ്ങളിലും അതുപോലെ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണം ഉപയോഗിക്കുമ്പോൾ അത് പാളികളാക്കി ഒട്ടിക്കുന്ന നടപടി വർഷങ്ങൾക്ക് മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റും എല്ലാം എടുത്ത തീരുമാനമനുസരിച്ച് സ്വീകരിച്ചു വന്നിരുന്നതാണ്. ആ തീരുമാനത്തെ മാറ്റിമറിക്കാൻ ഇടക്കാലത്ത് ഇടയാക്കിയത് ഇപ്പോൾ സ്വർണം പൂശാക്കി മാറ്റി. ഇപ്പോൾ പൂശ് അംഗീകരിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ പല സ്വർണം എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും പൂശിയ സ്വർണ്ണമാണോ അതോ സ്പ്രേ പെയിൻ്റ് അടിച്ചതാണോ എന്ന് പോലും പരിശോധിക്കേണ്ടതുണ്ട്.
അതാണ് ആ ഒരു തീരുമാനത്തിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം. ഒരുറപ്പുമില്ല. കാരണം ഇപ്പോൾ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു ക്ഷേത്ര വസ്തുവിലും സ്വർണ്ണമുണ്ട് എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യം. അതാണ് കഴിഞ്ഞ കുറേയേറെ കാലമായിട്ട് രണ്ട് മുന്നണികളുടെയും ദേവസ്വം ഭരണത്തിന് കീഴിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ഇതിലെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം വേണം. സമഗ്രമായ അന്വേഷണം മാത്രമല്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അപ്പോൾ അതിനുതകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ആവശ്യം. അതിൽ യഥാർത്ഥത്തിൽ ഈ അന്താരാഷ്ട്ര ബന്ധം വരെ ആരോപിക്കപ്പെടുന്ന പ്രശ്നത്തിൽ മതിയായ അന്വേഷണ ഏജൻസി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ കേരള പോലീസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു SITയുടെ അന്വേഷണത്തിൽ ഈ അന്വേഷണം അന്താരാഷ്ട്ര തലത്തിലടക്കം നടക്കുന്ന മാഫിയകളുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട്, പുരാവസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് ഒക്കെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം അന്വേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം കൂടി അനിവാര്യമാണ്. അപ്പോൾ ആ നിലയിലാണ് സത്യത്തിൽ ഗവൺമെൻറ് ഇത് CBI അന്വേഷണത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ടതാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഈ വിഷയം CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രഹ്ന ഫാത്തിമയ്ക്കെതിരെ അടക്കം നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് BJP നേതാവായിട്ടുള്ള B. രാധാകൃഷ്ണ മേനോൻ. പക്ഷേ അദ്ദേഹം ഈ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി പറഞ്ഞു വെക്കുന്നത് ഈ പാട്ട് ഒരു തരത്തിലും മതവികാരം വ്രണപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഇപ്പോഴും ആ ഒരു പാട്ട് സംബന്ധിച്ച വിവാദങ്ങൾ അത് തുടരുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.